നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോയാണ്. ഇന്ന് കണ്ട ഒരു യൂട്യൂബ് വീഡിയോയാണ്. അതിനെല്ലാം ആധാരമായ കുറച്ച് ചിന്താഗതികൾ നമ്മുടെ മനസ്സിലേക്ക് കടത്തിവിടുന്നത്. നമ്മൾ ആ മാത്തമാറ്റിക്സ് ആണ് ഇന്ന് സംസാരിക്കാനുള്ളത്. നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ്. അതർവൈസ് കോടിക്കണക്കിന് ആൾക്കാർ ട്രേഡ് ചെയ്യുന്നുണ്ട്. അതിൽ NSEയുടെ കണക്കുകൾ പോലും പറയുന്നത് ഡേ ട്രേഡിങ്ങിൽ 1%ഓ ഇല്ലെങ്കിൽ 5%-ൽ താഴെ മാത്രം ആൾക്കാരാണ് വിജയിക്കുന്നുള്ളൂ. ബാക്കി 90-95% ആൾക്കാർ ഫെയിലിയർ ആകുന്നു എന്നാണ് NSEയുടെ കണക്കുകൾ പോലും നമ്മളെ ബോധിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. രണ്ട് വ്യക്തികൾ തമ്മിലാണ് ട്രേഡിങ്ങിൽ ട്രാൻസാക്ഷൻ നടക്കുന്നത്. മിനിമം രണ്ട് വ്യക്തികൾ വേണം തീർച്ചയായിട്ടും. ഒരാൾ ബൈ ചെയ്യുമ്പോൾ ഒരാൾ സെല്ല് ചെയ്യണം. സപ്പോസ് നമ്മൾ രണ്ടുപേരുമാണ് ട്രേഡിലിരിക്കുന്നതെന്ന് കരുതുക. നിങ്ങൾ ഒരു ഷെയർ എനിക്ക് വിൽക്കുന്നു, ഞാൻ ബൈ ചെയ്യുന്നു. ഞാൻ ബൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ട്രേഡിൽ വിജയിക്കാം, അതിൻ്റെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ. അല്ല എങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോൾ ഞാൻ ആ ട്രേഡിൽ തോക്കാം. ഉറപ്പായിട്ടും അവിടെ ഞാൻ തോറ്റുവെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടി. എൻ്റെ സ്റ്റോപ്പ് ലോസ് ആണ് നിങ്ങളുടെ പ്രോഫിറ്റ്. ഇനി നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചുവെങ്കിൽ എനിക്ക് പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ 50-50% ഓഫ് ചാൻസ് ട്രേഡിൽ ഏർപ്പെടുന്ന ഓരോ വ്യക്തിക്കും ഒരേ സമയം വിജയിക്കുന്നതിനും തോൽക്കുന്നതിനുമുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് 90% ആൾക്കാർ നഷ്ടമുണ്ടാക്കുകയും 1%-ഓ 10%-ൽ താഴെയോ മാത്രം വ്യക്തികൾ പ്രോഫിറ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നത്? അപ്പോൾ ഈ മൈനോറിറ്റി, അതായത് വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് ഷെയർ മാർക്കറ്റിൽ വിജയിക്കുന്നതിന് എന്താണോ റിയലിസ്റ്റിക്കലി വേണ്ടത് ആ ഒരു ധാരണ വ്യക്തമായിട്ടുള്ളത് ഈ 5%-ഓ 1%-ഓ ആൾക്കാർക്ക് മാത്രമാണ്. 90% ആൾക്കാർക്കും അതിൻ്റെ യഥാർത്ഥ കാരണം ഇപ്പോഴും മനസ്സിലാകുന്നില്ല എന്നതുകൊണ്ടിട്ടാണ്. അതിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മളിപ്പോൾ ഈ 139 ദിവസം ട്രേഡ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിപ്പോൾ നെറ്റ് കിട്ടിയേക്കുന്ന വിജയ ശതമാനം എന്ന് പറയുന്നത് 41%. അതായത് 81 ട്രേഡുകൾ നമുക്ക് ലോസ് സംഭവിച്ചപ്പോൾ 58 ട്രേഡുകൾ നമ്മൾ വിജയിച്ചു. അത് 139-ൻ്റെ 41%. അതായത് മെജോറിറ്റി ട്രേഡ് നമ്മൾ തോറ്റിരിക്കുകയാണ്. പക്ഷേ നെറ്റ് നമ്മളിപ്പോൾ പ്രോഫിറ്റിലാണുള്ളത്. ഇനി ഈ മാസത്തെ കണക്കിലേക്ക് വരുമ്പോഴും 8 ദിവസം നമ്മൾ തോറ്റു, 8 ദിവസം നമ്മൾ വിജയിച്ചു. അപ്പോൾ 16 ദിവസത്തിൽ 50-50 ആണ് നമ്മുടെ തോൽവിയും വിജയവും. പക്ഷേ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റലിനെ അപേക്ഷിച്ച് ഇത് ഏകദേശം ഒരു 8%-അടുത്ത് ലാഭത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കി? 50-50% നഷ്ടവും ലാഭവും കിട്ടിയ ഒരു ട്രേഡർ 8%-ഓളം ലാഭത്തിലാണ്. അതുപോലെ തന്നെ ലോങ് റൺ നോക്കുമ്പോൾ 139 ദിവസം ട്രേഡ് ചെയ്ത ഒരാൾ 41% മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. മെജോറിറ്റി ട്രേഡ് ലോസ് സംഭവിച്ചു. അപ്പോഴും ആ വ്യക്തി ലാഭത്തിലാണ്. ഈ കണക്ക് കൃത്യമായി എന്തുകൊണ്ട് ഒരു മനുഷ്യന് കൂടുതൽ ട്രേഡുകൾ ലോസ് സംഭവിച്ചുകൊണ്ട് അല്ലെങ്കിൽ 50%-ലധികം ട്രേഡുകളും ലോസ് സംഭവിച്ചുകൊണ്ടും നമുക്ക് വിജയിക്കാം, അതെങ്ങനെ വിജയിക്കാം എന്ന് തിരിച്ചറിയുന്നിടം വരെ ഒരു വ്യക്തി വിജയിക്കാനുള്ള സാധ്യത 0-യാണ്. അല്ലെങ്കിൽ ആ കണക്ക് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ലായോ അത്രയും കാലം പലതവണ എൻ്റെ അക്കൗണ്ടിലെ പൈസ മുഴുവൻ വാഷ് ഔട്ടായി പോയിക്കൊണ്ടിരിക്കും, എന്നിരുന്നാലും ഞാൻ വിജയിക്കില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കണക്ക് മറ്റെന്തോ ആണ് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ. ഈ ബോധ്യത്തോടു കൂടെ വേണം ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി കേട്ട് മനസ്സിലാക്കാൻ. ഓക്കെ, നിങ്ങളിത് മൊത്തം കേട്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായി ഒരു ലൈക്ക് തരിക. ഇനി ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. ഉറപ്പായിട്ടും മറ്റൊരു വീഡിയോ ഇതിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്കിതിൻ്റെ മാത്തമാറ്റിക്സിലേക്ക് വരാം. ഈ കണക്ക് അറിയുന്നവർക്ക് മാത്രമേ ഷെയർ മാർക്കറ്റിൽ ശരിക്കും പറഞ്ഞാൽ വിജയിക്കേണ്ട കാര്യമുള്ളൂ. അതായത് എന്തുകൊണ്ട് ഷെയർ മാർക്കറ്റിൽ ഒരാൾക്ക് വിജയിക്കാം, എന്തൊക്കെ കാരണങ്ങളാണ് ഒരാൾ ഷെയർ മാർക്കറ്റിൽ തോറ്റുപോകാനുള്ളത്. ഈ കാരണങ്ങൾ മനസ്സിലാക്കി കാര്യങ്ങൾ പഠിച്ച് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നവർക്ക് മാത്രമുള്ളതാണ് വിജയം. നമുക്കറിയാം, ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. ഞാനൊന്നും പഠിച്ചിട്ടില്ല എങ്കിൽ ഏകദേശം 99% ഉറപ്പാണ് ഞാൻ തോറ്റുപോകാം. ഓക്കെ, ഇനി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നതല്ല, നമ്മൾ ടിക്ക് ചെയ്ത് പോകേണ്ട ടൈപ്പ് എക്സാമിലാണ് പങ്കെടുക്കുന്നത്, കറക്കി കുത്തുകയാണ്.
അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ വിജയിക്കാം 1% സാധ്യതയുള്ളൂ. ശരിയാണല്ലോ. അപ്പോൾ പഠിക്കാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തോൽവി 100% തന്നെ നമുക്ക് ഏകദേശം ഉറപ്പിക്കാവുന്നതാണ് അല്ലേ? എന്നാൽ നല്ലപോലെ പഠിച്ചിട്ട് പോയിട്ടുള്ള വ്യക്തിക്കോ 100% വേണ്ട. നമുക്കറിയാം ഏതൊരു പരീക്ഷയിലും വിജയിക്കാൻ 30-35% മാർക്ക് നേടിയാൽ വിജയിക്കാം. പാസ് മാർക്ക് അത്രയല്ലേ ഉള്ളൂ. അത് നല്ലപോലെ പഠിച്ചൊരു വ്യക്തിക്ക് നിസ്സാരമായി സാധിക്കുന്നതാണ്. ഷെയർ ട്രേഡിങ്ങിലേക്ക് വരുമ്പോഴും നിങ്ങൾ പാസ് മാർക്ക് മേടിച്ചാൽ മതി. നിങ്ങൾ 30-35% മാത്രം വാങ്ങിച്ചാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. നമുക്കൊന്ന് നോക്കാം. 50-50യുടെ കണക്കിൽ നിന്ന് നമുക്ക് തുടങ്ങാം. 50% ട്രേഡിൽ നമ്മൾ പ്രോഫിറ്റ് അടിച്ചു, 50% ട്രേഡുകളിൽ നമ്മൾ ലോസ് അടിച്ചു. നമ്മളെപ്പോഴും പറയുന്ന 100നെ വെച്ചുകൊണ്ടാണ്. 100 ട്രേഡിൽ 50 ലോസ്, 50 പ്രോഫിറ്റ്. നമ്മൾ വിജയിക്കണമെങ്കിൽ, ട്രേഡിങ്ങിൽ വിജയിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കുറച്ച് മാത്തമാറ്റിക്സ് ആണ് നിങ്ങളോടിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കുക. മിനിമം നിങ്ങൾ എടുക്കുന്ന ട്രേഡിൽ നിങ്ങൾ കൊടുക്കുന്ന ലോസ് എത്രയാണോ അതിൻ്റെ ഇരട്ടി നിങ്ങൾ ടാർഗറ്റ് ചെയ്തിരിക്കണം. അതായത് റിസ്ക് റിവാർഡ് 1:2 വെച്ച് നിരന്തരം എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കാനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലായ്പ്പോഴും നിങ്ങളുടെ റിസ്ക് റിവാർഡ് മിനിമം 1:2 കീപ്പ് ചെയ്തുള്ള. ഓക്കെ. അപ്പോൾ പ്രോഫിറ്റ് കിട്ടിയപ്പോഴൊക്കെ ഇദ്ദേഹം 1% പ്രോഫിറ്റ് എടുത്തുകൊണ്ടിരുന്നു. ലോസ് സംഭവിച്ചപ്പോഴൊക്കെ ഇദ്ദേഹം 0.5% ലോസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിൽ കൂടുതൽ കൊടുത്തിട്ടേ ഇല്ല. 50-50% വിൻ ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് കിട്ടുന്ന നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് 50 ട്രേഡ് പ്രോഫിറ്റായി 1% വീതം പ്രോഫിറ്റാണ്. അപ്പോൾ 50% പ്രോഫിറ്റ് കിട്ടി. 50 ട്രേഡ് ലോസിൽ കലാശിച്ചു. 0.5% ലോസാണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നെറ്റ് ലോസ് 25%. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടിയ ആകെ പ്രോഫിറ്റ് മൈനസ് നെറ്റ് ലോസ്. അപ്പോൾ 25% നെറ്റ് പ്രോഫിറ്റ് കിട്ടി. 25% നമ്മളെടുത്ത ഷെയറിൻ്റെ പ്രൈസിലുള്ള 25%. നമ്മൾ ഒരു ഷെയർ എടുക്കുന്നതിന് ഡേ ട്രേഡിങ്ങിലാണെങ്കിൽ 5x ലിവറേജ് നമുക്ക് കിട്ടും. അങ്ങനെ നോക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് കണക്ക് കൂട്ടുമ്പോൾ വിത്ത് ലിവറേജ് ആണെങ്കിൽ 5x ലിവറേജും കൂടെ കൂട്ടിയാൽ ഈ 100 ദിവസം കൊണ്ട് 25% എന്ന് പറയുമ്പോൾ അതിൻ്റെ 5 ടൈംസ് എടുക്കുമ്പോൾ 125% വരെ അയാൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം ചുരുങ്ങിയതൊരു 200 ട്രേഡിംഗ് ഡേയ്സ് ഉണ്ടെങ്കിൽ അയാൾക്ക് ഇതേ റേഷ്യോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയാൽ 250% വരെ ഒരു വർഷം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരു വർഷം പക്ഷേ 250 എന്നൊക്കെ പറയുന്നത് നമുക്ക് തന്നെ അറിയാം വളരെ കൂടുതലാണ്, അസാധ്യമൊന്നുമല്ല. എന്നിരുന്നാലും അതൊക്കെ വളരെ 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 കൂടിയ ഒരു പ്രോഫിറ്റാണ്. നല്ല മ്യൂച്വൽ ഫണ്ടുകൾ 10-20 വർഷത്തെ ആവറേജ് റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ എവറി ഇയർ ആവറേജ് റിട്ടേൺ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു 25% താഴെയൊക്കെയാണ് ഇയർലി. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ കൂടുതലാണ്. സോ നമുക്ക് അത്രയൊന്നും പോകേണ്ട കാര്യമില്ല. നമുക്ക് പാസ് മാർക്ക് എത്ര വേണമെന്ന് നമ്മൾ പറഞ്ഞ് 35. അപ്പോൾ 35 ട്രേഡേ വിജയിക്കുന്നുള്ളൂ. ബാക്കി 65 ട്രേഡും ലോസിൽ പോകുന്ന ഒരാൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. 35% പ്രോഫിറ്റിൽ നിന്ന് 65 ട്രേഡ് ലോസാണ്. അത് വെച്ചിട്ട് 32.5% ലോസ് വന്നു. പോയിട്ട് നെറ്റ് പ്രോഫിറ്റ് 2.5% ആണ്. 100 ദിവസത്തിൽ വിത്ത് ലിവറേജ് 12.5% പ്രോഫിറ്റ് ഉണ്ടാക്കി. അതായത് ഒരു വർഷത്തിൽ അയാൾക്ക് 25% പ്രോഫിറ്റ് കിട്ടും. ഇവിടെ പാസ് മാർക്ക് കിട്ടുന്ന ഒരാൾ പോലും, ഡേ ട്രേഡിങ്ങിൽ പാസ് മാർക്ക് കിട്ടുന്ന ഒരാൾ പോലും മികച്ച ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇയർലി ആവറേജ് റിട്ടേണിലും മുകളിലാണ് ഏൺ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇത് മനസ്സിലാക്കുക. 35 ട്രേഡ് മാത്രമേ നിങ്ങൾ 100 ദിവസത്തിൽ ലാഭം നേടിയിട്ടുള്ളൂ. 65 ട്രേഡ് മാത്രമേ നിങ്ങൾ ലോസ് നേടിയിട്ടുള്ളൂ. ഇവിടെ നമ്മൾ സ്ട്രിക്റ്റ്ലി ഫോളോ ചെയ്ത 2 കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ വിജയത്തിലേക്ക് എത്തിച്ചത്. എന്താണ്? ഒന്ന്, ഓവർ ട്രേഡിംഗ് എന്ന് പറഞ്ഞത് നമ്മൾ നടത്തിയിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം, റിസ്ക് റിവാർഡ് മോസ്റ്റ് ഓഫ് ദ ട്രേഡേഴ്സ് 1:2 എടുക്കുന്നവരാണ്. ലാഭം കിട്ടുമ്പോൾ 2 എടുക്കുന്നുണ്ട്, ലോസ് സംഭവിക്കുമ്പോൾ 1 നഷ്ടം വരുത്തുന്നുള്ളൂ. അപ്പോൾ
അത് നിങ്ങൾ മസ്റ്റായിട്ട് പാലിക്കുക. 1:2 റിസ്ക് റിവാർഡ് ഉറപ്പായിട്ട് പാലിക്കുക. നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ വിജയിക്കണോ വേണ്ടയോ? വിജയിക്കണമെങ്കിൽ മസ്റ്റായിട്ട് 1:2 റിസ്ക് റിവാർഡ് മിനിമം മെയിൻറ്റെയിൻ ചെയ്യാം. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യവും ഒത്തിരി ആൾക്കാർ വയലേറ്റ് ചെയ്യുന്നതും ഒപ്പം ഞാൻ പോലും ഇപ്പോഴും വയലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ ഒരു കാര്യമാണ് ഇനി പറയാനുള്ളത് ഓവർ ട്രേഡിംഗ്. ഓവർ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ഡേ ഞാൻ ട്രേഡ് ചെയ്തപ്പോൾ പോലും ഫസ്റ്റ് ട്രേഡ് എനിക്ക് ലോസ് അടിച്ചു. എൻ്റെ ഒരു ലോസ് ഒരു ദിവസം വരാവുന്നത് 64 രൂപ 65 രൂപയാണ് ആവറേജ് വരാവുന്നത്. ഈ ദിവസം ഞാൻ ഒരു ട്രേഡ് ലോസ് അടിച്ചതിന് ശേഷം വീണ്ടും ഒരു ട്രേഡും കൂടെ എടുത്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? എൻ്റെ ചാർജസ് ഇരട്ടിയായി. ഒരു ട്രേഡിന് കൊടുക്കുന്ന ചാർജിൻ്റെ ഇരട്ടിയാണ് നമ്മൾ രണ്ടാമതൊരു ട്രേഡും കൂടെ കൊടുക്കുമ്പോൾ ഒരു ദിവസം വരുത്തുന്നത്. പ്ലസ് ആ ട്രേഡ് ലോസ് ആകുമ്പോഴോ ആ ലോസും കൂടെ കൂടും. ഇങ്ങനെ ചാർജും അതുപോലെ തന്നെ ലോസും നമ്മൾ കൂട്ടിക്കൂട്ടി കൊണ്ടുവരുന്നത് കൊണ്ടാണ് 90% ആൾക്കാരും ഷെയർ മാർക്കറ്റിൽ തോറ്റുപോകുന്നത്. നിങ്ങൾ ഡിസിപ്ലിൻ എന്നൊന്ന് വെച്ചാൽ മാത്രം ബൈ ഡിഫോൾട്ട് നിങ്ങൾക്ക് ട്രേഡിങ്ങിലും തോക്കാൻ പറ്റത്തില്ല, നിങ്ങളുടെ ലൈഫിലും തോക്കാൻ പറ്റത്തില്ല, മറ്റേതൊരു മേഖലയിലും നിങ്ങൾക്ക് തോക്കാൻ പറ്റില്ല. നിങ്ങൾ നല്ല ഡിസിപ്ലിൻ ഉള്ളൊരു വ്യക്തിയായിരുന്നാൽ മാത്രം മതി. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ മറ്റൊന്നുമില്ല. ഇവിടെ കുറേ നിയമങ്ങളുണ്ട്. നമുക്കറിയാം, ജീവിതത്തിൽ ഒത്തിരി നിയമങ്ങൾ എഴുതപ്പെട്ടതുണ്ട്. കോടതിയും പോലീസുമൊക്കെ നിയമം നോക്കി നടത്താനായിട്ട് ഇരിക്കുന്നുണ്ട്. ആ ഭയമുള്ളത് കൊണ്ട് തന്നെ നമ്മളിൽ പലരും നിയമങ്ങൾ പാലിക്കുന്നുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ കയ്യിലെ പൈസ, നമ്മൾ കഷ്ടപ്പെട്ട പൈസയാണ്. അത് പോയാലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസിപ്ലിൻഡ് ആകും. അങ്ങനെ വലിയ ഫീലൊന്നും ഇല്ലാത്ത വ്യക്തിയാണ്, അല്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാകുന്നില്ല എങ്കിൽ നമ്മൾ നിരന്തരം ഇവിടുത്തെ അലിഖിത നിയമങ്ങൾ വയലേറ്റ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ മാത്രമേ നമ്മളിവിടെ തോറ്റുപോകത്തുള്ളൂ. ഇവിടുത്തെ നിയമം അത് കണക്കിൻ്റെ നിയമമാണ്. പൈസയുടെ നിയമം എല്ലായ്പ്പോഴും മാത്തമാറ്റിക്സിൻ്റെ പുറത്താണ്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമ്മളിവിടെ പാലിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്താണ്? നമ്മൾ ഓവർ ട്രേഡിംഗ് ചെയ്യാൻ പാടില്ല. ഒരു ദിവസം ലാഭം കിട്ടിയാലും നഷ്ടം കിട്ടിയാലും ഒരു ട്രേഡ് എടുത്താൽ മതി. ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന നഷ്ടം എത്രയാണോ അതിൻ്റെ ഇരട്ടി മിനിമം നിങ്ങൾ ലാഭം എടുത്തിരിക്കണം. അതായത് റിസ്ക് റിവാർഡ് എല്ലായ്പ്പോഴും മിനിമം 1:2 ആയിരിക്കണം. അതിൽ കൂടുതൽ നിങ്ങൾ റിവാർഡ് എടുത്തത് കൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ മിനിമം റിസ്ക് റിവാർഡ് 1:2 നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അപ്പോൾ ഓവർ ട്രേഡ് ചെയ്യാൻ പാടില്ല. റിസ്ക് റിവാർഡ് കൃത്യമായി പാലിക്കുക. ഈ 2 കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഇവിടെ ട്രേഡിങ്ങിൽ ഒരു വ്യക്തിക്ക് തോക്കാനാവില്ല. അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. 35 ട്രേഡേ വിജയിച്ചുള്ളെങ്കിൽ പോലും 3 ഇരട്ടി ട്രേഡ് ഇല്ലെങ്കിൽ ഇരട്ടിയിലധികം ട്രേഡ് നമ്മൾ തോറ്റാൽ പോലും നമുക്കിവിടെ വിജയിക്കാൻ പറ്റുന്നുള്ളതാണ്. ഓക്കെ, ഇനി 40% വിൻ റേഷ്യോ എന്ന് പറയുന്നത് വളരെ മികച്ച വിൻ റേഷ്യോ ആണ്. എന്ന് മാത്രമല്ല 50-50 കിട്ടാനുള്ള സാധ്യത ഏതൊരാൾക്കും ഷെയർ മാർക്കറ്റിലുണ്ട്. അതിപ്പോൾ ഇതിലെന്നല്ല, ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോഴോ മറ്റേത് കാര്യത്തിലും 50% വിൻ റേഷ്യോ കിട്ടാനുള്ള സാധ്യത എല്ലാവർക്കും ഒരുപോലെ ഉണ്ടല്ലോ. അപ്പോൾ 2 വ്യക്തികൾ തമ്മിലാണല്ലോ ട്രേഡിങ്ങിൽ കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നത്. നിങ്ങൾ ഒരു സ്റ്റോക്ക് സെല്ല് ചെയ്യുന്നു, ആ സ്റ്റോക്ക് ഞാൻ വാങ്ങിക്കുവാണ്. അപ്പോൾ ഞാൻ ബയ്യറാണ്. എനിക്ക് പ്രോഫിറ്റ് കിട്ടിയാൽ അത് നിങ്ങളുടെ നഷ്ടമാണ്. നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയാൽ ഉറപ്പാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഒരാൾക്ക് ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് നഷ്ടം വരുന്നുണ്ട്. അപ്പോൾ 50% സാധ്യത 2 പേർക്ക് ഒരുപോലെയുണ്ട്, ലാഭത്തിനും നഷ്ടത്തിനും. സോ ദാറ്റ് നമ്മൾ 40% വിൻ റേഷ്യോ എന്ന് കരുതിയാൽ 60% ലോസ് സംഭവിച്ചു എന്ന് കരുതിയാൽ നെറ്റ് പ്രോഫിറ്റ് 10% ആണ്. വിത്ത് ലിവറേജ് അത് 50% ആയി. ഒരു വർഷത്തേക്ക് നോക്കുമ്പോൾ 100% ആയി. ഇത് അച്ചീവ് ചെയ്യാൻ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമ്മൾ ഡിസിപ്ലിനോടുകൂടെ പാലിച്ചു കൊണ്ടിരുന്നാൽ ഇത് നമുക്കും കിട്ടേണ്ടതാണ്. ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ വിൻ റേഷ്യോയും കൂടെ നമുക്കൊന്ന് നോക്കിപ്പോകാം. ഓൾറെഡി നമ്മൾ 139 ട്രേഡ് എടുത്തപ്പോൾ 58 പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് വിൻ റേഷ്യോ 41.73%. അതായത് നമുക്ക് ഈ പറയുന്ന ഓവർ ട്രേഡിങ് 2 ട്രേഡ് ഇവിടെ എടുത്തിട്ടുണ്ട്, ഈ ദിവസവും 2 ട്രേഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 98 രൂപ ലോസും ഇത് 89 രൂപ ലോസും. ആക്ച്വലി ലോസ് നമ്മൾ
64 രൂപയിൽ കൂടുതലൊന്നും കൊടുക്കേണ്ടതില്ല. അപ്പോൾ അതിൽ കൂടുതൽ വന്നേക്കുന്ന ദിവസമൊക്കെ നമ്മൾ ഓവർ ട്രേഡ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഓവർ ട്രേഡ് ചെയ്യാതിരിക്കുകയും ഒപ്പം തന്നെ വിൻ റേഷ്യോ 40% ആക്ച്വലി കിട്ടുന്നുണ്ട് നമുക്ക്. അങ്ങനെ 40% വിൻ റേഷ്യോ കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം നമുക്ക് ചുരുങ്ങിയത് 100% കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പറഞ്ഞു നമുക്കിപ്പോൾ 42%ഓളം വിൻ റേഷ്യോ കിട്ടുന്നുണ്ട്. ഒരു 2% വ്യത്യാസം വന്നാൽ എന്ത് സംഭവിക്കും നോക്കാം. അപ്പോൾ 100 എന്നുള്ളത് 30% കൂടെ കൂടും. ഈ രീതിയിൽ നമ്മുടെ വിൻ റേഷ്യോ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പ്രോഫിറ്റും കൂടിക്കൊണ്ടിരിക്കും. ഇനി ഇപ്പോൾ നമ്മൾക്ക് ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി 8 ട്രേഡ് നമ്മൾ വിജയിക്കുകയും 4 ട്രേഡ് തോക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മൊത്തം 12 ട്രേഡിൽ, അതായത് ഏകദേശം ഒരു 66% വിൻ റേഷ്യോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 60% വിൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കാണാം 40 ട്രേഡ് ലോസായി, 60 ട്രേഡ് പ്രോഫിറ്റായി. ഒരു വർഷത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ 400% വരെയൊക്കെ അച്ചീവ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതുകൊണ്ടാണ് ഹ്യൂജ് ട്രേഡേഴ്സ് ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാക്കുകയും ഒപ്പം തന്നെ 90%-ലധികം ട്രേഡേഴ്സും ലാഭം ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഈ മാത്തമാറ്റിക്സ് മാത്രമാണ്. നിങ്ങൾ നിങ്ങളുടെ മാനസികാവസ്ഥയെ നിയന്ത്രിക്കാൻ എന്ന് തയ്യാറാകുന്നു അന്ന് നിങ്ങളൊരു വിജയിയായി. എത്രയേ ഉള്ളൂ മാനസികാവസ്ഥ എന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു ട്രേഡിൽ കൂടുതൽ എടുക്കാതിരിക്കുക. രണ്ടാമതൊന്നും കൂടെ ശ്രദ്ധിക്കുക, എടുക്കുന്ന എല്ലാ ട്രേഡുകളിലും 1:2 റിസ്ക് റിവാർഡ്. നിങ്ങൾ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കുക. എത്രയാണോ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത് അതിൻ്റെ നേരെ ഇരട്ടി നിങ്ങൾ ടാർഗറ്റ് ഇടൂ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അതായത് നിങ്ങളൊരു എൻട്രി എടുത്തു, സപ്പോസ് ഒരു ഉദാഹരണത്തിന് വേണ്ടി നമ്മളിപ്പോൾ കാണിക്കുവാണ്, നമ്മൾ ഇവിടുന്ന് ഒരു എൻട്രി എടുത്തു എന്ന് കരുതുക. നമ്മൾ ഈ പ്രൈസിൽ ഒരു എൻട്രി എടുത്തു. എൻട്രി എടുക്കുന്ന അപ്പം തന്നെ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെച്ചോ, 0.5% ഇല്ലെങ്കിൽ എത്രയാണോ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ തന്നെ ആ സ്റ്റോപ്പ് ലോസ് അവിടെ ഇട്ട് കൊടുക്കുക. ഇനി ഈ സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ ഇതൊരിക്കലും ഇനി മാറ്റേണ്ട കാര്യമില്ല. നിങ്ങൾ പ്രോഫിറ്റിലേക്ക് പോകുമ്പോൾ ട്രയൽ ചെയ്യുമ്പോഴല്ലാതെ സ്റ്റോപ്പ് ലോസ് മാറ്റി താഴത്തേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഇനി ടാർഗറ്റ് മിനിമം നിങ്ങൾ 1:2 ടാർഗറ്റ് വയ്ക്കുക. എൻട്രി എടുത്താൽ അപ്പോൾ തന്നെ ഇത് രണ്ടും നിങ്ങളൊന്ന് ഇട്ട് നോക്കൂ. എന്നിട്ട് ഇനി നിങ്ങൾ സ്ക്രീനിൻ്റെ മുമ്പിൽ ഇരിക്കുകയേ വേണ്ട. 3 മണി വരെ നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുന്നേ ഇല്ലെന്ന് തന്നെ കരുതുക. അപ്പോൾ എപ്പോഴാണോ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആകുന്നത് അപ്പോൾ നിങ്ങൾക്ക് അലർട്ട് കിട്ടും. അലർട്ട് സെറ്റ് ചെയ്ത് വെക്കുക. ടാർഗറ്റ് എപ്പോഴാണോ ഹിറ്റ് ചെയ്യുന്നത് അപ്പോൾ അലർട്ട് വെച്ചേക്കുക. ആ അലർട്ട് അടിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിയാൽ മതി. അപ്പോൾ എന്ത് സംഭവിക്കും? ബൈ ഡിഫോൾട്ട് ഒരു ദിവസത്തിൽ നിങ്ങൾ ഒരു ട്രേഡായിട്ട് ചുരുങ്ങി, ഒപ്പം തന്നെ നിങ്ങളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് രണ്ടിലൊന്ന് ഹിറ്റ് ചെയ്തിട്ടേ നിങ്ങൾ ട്രേഡ് എക്സിറ്റ് ചെയ്യുന്നുള്ളൂ. ഇനി ഇത് രണ്ടും ഹിറ്റ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ 3 മണിക്ക് അലാറം വെച്ചേക്കുക. 3 മണിക്ക് നോക്കുക. പ്രോഫിറ്റ് ആയാലും ശരി ലോസ് ആയാലും ശരി ആ ട്രേഡ് എക്സിറ്റ് ചെയ്തേക്കുക. ഇത്ര മാത്രം കാര്യം ഒന്ന് ഡിസിപ്ലിനായിട്ട് എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യാമെങ്കിൽ ഞാൻ ഉറപ്പ് പറയുകയാണ്, ഇങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തിക്ക് ട്രേഡിങ്ങിൽ തോക്കാനാവില്ല. ഇത് വയലേറ്റ് ചെയ്താൽ ഒരു വ്യക്തിക്കും ട്രേഡിൽ വിജയിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. സോ ഇനി വരുന്ന 200 ദിവസം, അതായത് ഒരു വർഷക്കാലം നിങ്ങൾ ഇതൊന്ന് കൃത്യമായി ഫോളോ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കിവിടെ ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഒന്നുമല്ലെങ്കിലും പതുക്കെ പതുക്കെ നിങ്ങളുടെ ശീലങ്ങളിൽ മാറ്റങ്ങൾ വരും. നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പതുക്കെ പതുക്കെ നിങ്ങളൊരു വിജയിയായി മാറാൻ തുടങ്ങും. ഈ 200 ദിവസം ഇത് മാത്രം നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി. ഇനി വരുന്ന 5 കൊല്ലത്തിനിടയ്ക്ക് നിങ്ങളുടെ ജീവിതം മാറിമറിയാൻ ഈ ഒരു ശൈലി നിങ്ങളൊന്ന് ശീലമാക്കിയാൽ മാത്രം മതി. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിൽ ചോദിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും നന്ദി.